നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെഎസ്ഇബിയുടെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി ലൈൻ വലിക്കുകയായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിൽ കെഎസ്ഇബിയെയും സർക്കാരിനെയും കുറ്റം പറയുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. നിയമലംഘനത്തിനെതിരെ ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി കെണികൾക്ക് കെഎസ്ഇബി മൗനാനുവാദം നൽകിയിട്ടുണ്ടെന്ന വാദം അദ്ദേഹം തള്ളി. പഞ്ചായത്ത് പ്രസിഡന്റോ എംഎൽഎയോ ഇത്തരത്തിൽ അനധികൃതമായി ലൈൻ വലിക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലെന്നും പരാതി ലഭിച്ചിട്ടും കെഎസ്ഇബി ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതെങ്ങനെ കെഎസ്ഇബി ചെയ്യണം? കെഎസ്ഇബിയുടെ ലൈനിൽ കൂടെ ഇട്ട് വന്നാൽ അതിനെ ആരെന്താ ചെയ്യുക? യുഡിഎഫിന്റെ ആരോപണം ഈ നിലമ്പൂർ ആ ഭാഗങ്ങളിലൊക്കെ നിരന്തരം വൈദ്യുതി മോഷണം നടക്കുന്നു, നിരന്തരം അതിനെപ്പറ്റി പരാതി നൽകിയിട്ടും കെഎസ്ഇബിയുടെ ഭാഗത്ത് കൃത്യമായി പരാതി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊരു അതിന്റെ ചുമതല വഹിക്കുന്ന ഒരാളാണല്ലോ. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ എംഎൽഎയോ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ അധികാരം പണ്ട് ചീഫ് എൽഡിനാണ് ഇതിന്റെ അധികാരം ഉണ്ടായിരുന്നത്. അതാണ് ക്യാബിനറ്റിലെ തീരുമാനമെടുത്ത് പഞ്ചായത്ത് തരത്തിൽ അവരത് ഉപയോഗിക്കേണ്ടതല്ലേ. അവരത് ഈ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് ഒരു ലൈൻമാനൊക്കെ ഒരു എത്ര കിലോമീറ്റർ പോകണം നോക്കാൻ. അപ്പൊ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ തൊട്ടത് പരിശോധിക്കാമല്ലോ. അപ്പൊ എളുപ്പമല്ലേ ഇത്? ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനാണ് കേൾക്കാതിരിക്കുക? വനത്തിനുള്ളിൽ കൂടെ ഇത് വനത്തിന്റെ അത് തൊട്ടതാണല്ലോ. ഇത് വിവരം കിട്ടുമല്ലോ. ഇതൊക്കെ സ്ഥിരമായി നായാട്ടുകാർ അവിടെ ആരാ ചെയ്തതെന്നുള്ളതൊക്കെ വിവരം കിട്ടുമല്ലോ. അവിടെ സ്ഥിരമായി നായാട്ടുകാർ ചെയ്യണമെന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. അവരാരാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലല്ലോ.